ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സഹറാസ് ഫുഡ് ഡയറീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മൾ ഓൾ ഫാമിലി ആയിട്ട് മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടാ. ആ ഒരു ട്രിപ്പിന്റെ ഒരു വീഡിയോസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഡേ 1, 2, 3 അങ്ങനെ 3 ഡേ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഡേ 1ലേക്കാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മള് 30 ആളായിട്ടുള്ള ഒരു സീറ്റാണ് കേട്ടോ. നമ്മള് വലിയൊരു ബസ്സാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബസ് 30 പേരെന്ന് പറഞ്ഞാൽ കുട്ടികൾ കൂടാണ് കേട്ടോ. കുട്ടികളടക്കം ഒരു 40 പേരാണ് നമ്മൾ ടൂർ പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 3 ദിവസത്തെ ടൂറായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ബസ്സിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ട്രിപ്പ് പോകുന്ന ഒരു മൂഡിലാണ് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് കുറച്ചൊന്ന് വീഡിയോ കണ്ടാൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടിച്ച് പൊളിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അന്നത്തുള്ള ഫുഡ് രാത്രി കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കിയിട്ട് പാഴ്സലാക്കിയിട്ട് കൊണ്ടുവരാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് ഇതാ ഒരു കാലിപ്പറമ്പിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും ഒന്ന് ഫുഡ് കഴിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരും വണ്ടി കയറിയിട്ട് പോകാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് എവിടെ സ്ഥലം എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. കുറച്ച് എന്താ പറയാ, കോഴിക്കോട് എത്തുന്നതിന് മുന്നായിട്ടാണ് തോന്നുന്നു നമ്മൾ ഫുഡ് കഴിച്ചത്. അങ്ങനെ നമ്മൾ വീണ്ടും അവിടുന്ന് യാത്രയായിട്ടോ. നമുക്ക് മൂന്നാറിലേക്ക് പോകുന്ന ആ ഒരു വഴിയിൽ ഉള്ള കുറച്ച് വ്യൂ ഒന്ന് കണ്ടാലോ. അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല അടിപൊളി സൂപ്പറായിരുന്നു. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. നമ്മൾ എൻജോയ് ചെയ്ത് തകർത്തടിഞ്ഞൊരു നമ്മുടെ ട്രിപ്പാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു വ്യൂ കാണാം കേട്ടോ. നമ്മുടെ മൂന്നാറിൻ്റെ ആ ഒരു ഭംഗി കാണാം. ഒരു രാവിലെ സുബീൻ്റെ ഒരു ടൈം എടുത്ത വീടാണ് കേട്ടോ. രാത്രി കിടന്നുറങ്ങിയ ശേഷം രാവിലെ എണീച്ചപ്പോൾ എടുത്ത ബസ്സിൽ നിന്ന് എടുത്ത ചെറിയൊരു വ്യൂ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ ഇവിടെ ഒരു വഴിക്ക് ഇറങ്ങിയിട്ട് ഒരു ചായക്കട എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പെട്ടിപ്പീടിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ഈ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ക്യൂ നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടുന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങാൻ വിചാരിച്ചിട്ടാ. പിന്നെ രാവിലെ തന്നെ അതിൽ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റോഡിൽ കുറേ പ്രാവിനെല്ലാം കണ്ടിട്ട് അങ്ങനെ അതിൻ്റെ ബാക്കിലൊക്കെ പോയി പിന്നെ കുറച്ചൊന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്ക് നടന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അവിടുന്ന് വീണ്ടും ബസ് കയറിയിട്ട് വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ അടിമാലി ആ ഒരു സ്ഥലത്ത് അങ്ങനെ ഇട്ടാ നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. ഒരു വീടാണ് കേട്ടോ. 3 റൂമും എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് നമ്മൾ ഇവിടെ ബുക്ക് ചെയ്തിട്ട്. ആദ്യമേ ഒരു 2-3 ദിവസം മുന്നേ നമ്മൾ ബുക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ നിന്ന് കുക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ സൗകര്യങ്ങളും എല്ലാം കൂടിയിട്ടുള്ള ഒരു വീടാണ്. പക്ഷെ നമ്മളിവിടുന്ന് കുക്ക് ചെയ്തിട്ടില്ല. രാത്രി ഒരു ചപ്പാത്തി അങ്ങനെ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളധികം പുറത്താണല്ലോ ടൂർ വന്നതല്ലേ. അപ്പോൾ പുറത്തല്ലേ ഉണ്ടാവുക. സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ദിവസം മാത്രമേ നമ്മൾ റൂം എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്താ പറയണ്ടേ, 300 ചില്ലറ രൂപയാണ് കേട്ടോ ഒരാൾക്ക് അവിടെ വാടക റൂമിന് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 40 പേരുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ റൂം
ഒക്കെ സെറ്റാക്കിയിട്ട് വെച്ച് അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പോയി ഡ്രസ്സൊക്കെ മാറി ചേഞ്ച് ചെയ്തതിന് ശേഷം കേട്ടോ നമ്മൾ വീണ്ടും ആ ദിവസം തന്നെ രാവിലെ നമ്മൾ മോർണിംഗ് തന്നെ നമ്മൾ റോസ് ഗാർഡൻ അങ്ങനെ ഒരു സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇതാ ഇവിടെ ഇറങ്ങിയിട്ട് ഇതാ കുറച്ചൊരു ഏകരത്താണ് കേട്ടോ, കയറ്റത്തിലാണ് വീടുള്ളത്. അപ്പോൾ അവരൊക്കെ ഫുള്ളായിട്ട് അവിടെ തന്നെ താമസിക്കുന്നവർ തന്നെ എല്ലാം എന്ന് പറയണ്ടേ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് താഴെ ഭാഗത്തും മുകൾ ഭാഗത്തും എല്ലാം ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ മേൽഭാഗത്താണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഇത് താഴ്ഭാഗത്തുള്ളതാണ്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ അതിലേക്ക് എല്ലാവരും കയറിയിട്ടൊന്ന് പോക്കാൻ കേട്ടോ. അപ്പം വീടൊന്ന് കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. ഇതിൻ്റെ ബാക്കിനെ അടുത്ത പാട്ടായിട്ട് കാണട്ടോ. ബായ്.